തുടങ്ങാം. all of you listen here. എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞേ? ന്യൂ ചാപ്റ്റർ അഡീഷൻ. സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തില്ലേ? സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ അഡീഷന്റെ ആദ്യത്തെ കുറച്ചെണ്ണം ചെയ്തു അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് addition on the number line. Page number 83. Addition on the number line. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് നിങ്ങളുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് ആഡ് ചെയ്യേണ്ടത് പറഞ്ഞു തന്നില്ലേ? ഓർമ്മയുണ്ടോ? ഫിംഗേഴ്സ് വെച്ചിട്ട് 7 + 5 എങ്ങനെ നമ്മൾ ചെയ്യും? 7 കഴിഞ്ഞിട്ട് 8, 9, 10, 11, 12. So 7 + 5 is 12. ഓർമ്മയില്ലേ? അതുപോലെ നമുക്ക് നമ്പർ ലൈൻ വെച്ചിട്ട് എന്ത് ചെയ്യാം? അഡീഷൻ ചെയ്യാം. കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ എന്താ നമ്പർ ലൈൻ എന്നറിയോ നിങ്ങൾക്ക്? ഇതെന്താ? ദിസ് ഈസ് എ ലൈൻ, റൈറ്റ്? അല്ലേ? ഇതൊരു ലൈൻ അല്ലേ? ഈ ലൈനിന്റെ മേലെ നമ്മുടെ നമ്പേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്താല് അതിനെയാണ് നമ്മൾ നമ്പർ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ലൈനിന്റെ മേലെ നമ്മള് നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്താല് ദാറ്റ് ഈസ് കോൾഡ് നമ്പർ ലൈൻ. അപ്പൊ നമ്മള് ഈ ലൈനിന്റെ മേലെ ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മളുടെ നമ്പേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്യും. ഫസ്റ്റ് ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 6, 7, 8, 9, 10, 11, 12. അപ്പൊ നമ്മൾ ഈ നമ്പർ ലൈനില് നമ്മൾ എന്ത് ചെയ്തു? 12 വരെ എന്ത് ചെയ്തു? നമ്പർ ലൈനില് 12 വരെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. എന്താ? 5 + 3. 5 + 3 എത്രയാന്ന് ചോദിച്ചാല് നിങ്ങൾ ഈ നമ്പർ ലൈൻ വെച്ചിട്ട് എങ്ങനെ പറഞ്ഞുതരും മിസ്സിന്? എങ്ങനെ പറഞ്ഞുതരും? ഇവിടെയല്ലേ 5 വരുന്നേ? അല്ലേ? ഇവിടെയല്ലേ 5 വരുന്നേ? നോക്കിയേ, 5നോട് നമുക്ക് 3 ആഡ് ചെയ്യണം. 5നോട് 3 ആഡ് ചെയ്യാന്ന് വെച്ചാല് ഈ 5ൽ നിന്ന് 1, 2, 3. 5നോട് നമ്മള് 3 ആഡ് ചെയ്തു. അപ്പൊ എത്രയാ നമുക്ക് ആൻസർ കിട്ടി? 5 + 3 is equal to 8. 5 + 3 is equal to 8. മനസ്സിലായോ നമ്പർ ലൈനിൽ എങ്ങനെയാ ചെയ്യുന്നേന്ന്?
All of you, look at your text. Look at your text. നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയ പേജ് നമ്പർ 83 ഒരു നമ്പർ ലൈൻ കാണുന്നുണ്ട് അല്ലേ? സ്റ്റാർട്ടിംഗ് ഫ്രം 0, you can see 1 2 3 4 5 6 up to 15. 15 വരെ നമ്പർ ലൈനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? Take one example. Add 5 and 4 on the number line. Number line use ചെയ്തുകൊണ്ട് 5 ഉം 4 ഉം ആഡ് ചെയ്യണം. എങ്ങനെ ചെയ്യും? Imagine that you are standing at the position 0. ഈ നമ്പർ ലൈൻ നിങ്ങളുടെ ഗ്രൗണ്ടിലാണ് വരച്ചതെന്ന് വിചാരിക്കാം. നിങ്ങളുടെ സ്കൂളിന്റെ മുന്നിലെ ഗ്രൗണ്ട് ഇല്ലേ? ആ ഗ്രൗണ്ടിൽ നമ്മൾ ഇതുപോലെ ഒരു നമ്പർ ലൈൻ വരച്ചു. എന്നിട്ട് അതിൽ 15 വരെ നമ്പേഴ്സ് എഴുതി. ഓക്കെ? എന്നിട്ട് നിങ്ങൾ വിചാരിക്ക് നിങ്ങൾ ആ 0 എന്ന് എഴുതിയ പോയിന്റിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇമാജിൻ ചെയ്തോ? ആ 0 എന്നുള്ള പോയിന്റിൽ നിൽക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്തോ? ഓക്കെ, ഐ ആം ആസ്കിംഗ് യു ടു ടേക്ക് 5 സ്റ്റെപ്സ് in the numbers. നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്യണ്ടേ? 5 and 4. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 5ലേക്ക് എത്തണം അല്ലെ? ആ 0യിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 5ലേക്ക് എത്തണം. ആദ്യം നമ്മള് 1ലേക്ക് ജമ്പ് ചെയ്തു, പിന്നെ 2ലേക്ക് ജമ്പ് ചെയ്തു, 3ലേക്ക് ജമ്പ് ചെയ്തു, 4ലേക്ക് ജമ്പ് ചെയ്തു, 5ലേക്ക് ജമ്പ് ചെയ്തു. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഏത് പൊസിഷനിലാണ് നിൽക്കുന്നേ? നിങ്ങളുടെ സ്കൂളിന്റെ മുന്നിലെ ഗ്രൗണ്ടിലെ നമ്പർ ലൈനിലെ ഏത് പൊസിഷനിലാണ് നിങ്ങൾ നിൽക്കുന്നേ? 5 അല്ലെ? ഇനി നമുക്ക് ഈ 5നോട് എത്ര ആഡ് ചെയ്യണം? 4 ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം എത്ര തവണ ജമ്പ് ചെയ്യണം? 4 ടൈംസ് ജമ്പ് ചെയ്യണം. എല്ലാവരും പെൻസിൽ എടുത്തിട്ട് 5ന്റെ മേലെ ഒന്ന് വെച്ചേ. നിങ്ങൾ ആ 5ന്റെ മേലെയാ നിൽക്കുന്നതെന്ന് വിചാരിക്ക. അവിടുന്ന് നേരെ നമ്മൾ 6ലേക്ക് ജമ്പ് ചെയ്തു. ആ പെൻസിൽ 6ലേക്ക് മൂവ് ചെയ്യാ. 6ലേക്ക് ജമ്പ് ചെയ്തില്ലേ? എത്ര തവണ ജമ്പ് ചെയ്യണം? 4 തവണ ജമ്പ് ചെയ്യണം. ഒരു തവണ ജമ്പ് ചെയ്യുമ്പോ 6ലെത്തി, പിന്നെ ജമ്പ് ചെയ്യുമ്പോ നമ്മൾ എവിടെ എത്തി? 7ലെത്തി അല്ലേ? 2 തവണ ജമ്പ് ചെയ്യുമ്പോ നമ്മൾ 7ലെത്തി. 3 തവണ ജമ്പ് ചെയ്യുമ്പോഴോ എവിടെ എത്തി? 8ലെത്തി ഇല്ലേ? ഇനി 4 തവണ ജമ്പ് ചെയ്യുമ്പോഴോ എവിടെ എത്തി? 9ലെത്തി അല്ലേ? അപ്പൊ നമ്മൾ 5നോട് 4 തവണ ജമ്പ്, 5ൽ നിന്ന് 4 തവണ ജമ്പ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ എത്തി? 9ലെത്തി. ദാറ്റ് മീൻസ് 5നോട് 4 ആഡ് ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? 5നോട് 4 ആഡ് ചെയ്താൽ എത്ര ആൻസർ കിട്ടും? നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നത്? 9ലല്ലേ? അപ്പൊ 5നോട് 4 ആഡ് ചെയ്താൽ ആൻസർ നമുക്ക് 9 എന്ന് കിട്ടും. മനസ്സിലായോ നമ്പർ ലൈനിൽ ആഡ് ചെയ്യുന്നത്? നമ്പർ ലൈനിൽ ആഡ് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായോ? നോക്കാം, നമുക്ക് ആ എക്സസൈസ് ചെയ്ത് നോക്കാലോ. എക്സസൈസ് 2.1. Look at the number line and fill in the boxes. എത്രയാ നമുക്ക് ആഡ് ചെയ്യണ്ടേ? 6 + 2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 6 + 2 ചെയ്യണം. ആദ്യം നമ്മൾ ആ നമ്പർ ലൈനിൽ എവിടെയാ നിൽക്കുന്നേ? 6ലല്ലേ? 6ന്റെ മേലെ പെൻസിൽ വെച്ച് നിങ്ങള് വെച്ചോ? ആ എക്സസൈസ് 2.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് അതിൽ 6ന്റെ മേലെ നിങ്ങൾ പെൻസിൽ വെച്ചേ. അവിടുന്ന് 2 തവണ ജമ്പ് ചെയ്യണം അല്ലേ? 6നോട് 2 അല്ലേ ആഡ് ചെയ്യണ്ടേ? അപ്പൊ എത്ര തവണ ജമ്പ് ചെയ്യണം? 1 2 ജമ്പ് ചെയ്യുമ്പോ എവിടെ എത്തി? എവിടെ എത്തി? 8. That means 6 + 2 is equal to 8. അതിനിടയിൽ ആൻസർ എഴുതി വെച്ചേ. 6 + 2 is equal to 8.
എഴുതിയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 8 plus 6. അപ്പൊ നമ്മൾ ആദ്യം എവിടെ നിൽക്കണം? 0 തുടങ്ങി 8 തവണ ജമ്പ് ചെയ്ത് 8 നിൽക്കണം. 8 പെൻസിൽ വെച്ചേ എല്ലാരും. 8 മേലെ പെൻസിൽ വെച്ചേ. അവിടുന്ന് ഇനി എത്ര തവണ ജമ്പ് ചെയ്യണം? 8 നമുക്ക് എത്ര ആഡ് ചെയ്യണ്ടേ? 6 ആഡ് ചെയ്യണ്ടേ? അപ്പൊ എത്ര തവണ ജമ്പ് ചെയ്യണം? 6 ടൈംസ് നമ്മൾ ജമ്പ് ചെയ്യണം. അവിടുന്ന് ജമ്പ് ചെയ്ത് നോക്കി ഒന്ന്. 8 1 ജമ്പ് ചെയ്തു, 2 ജമ്പ് ചെയ്തു, 3 ജമ്പ് ചെയ്തു, 4 ജമ്പ് ചെയ്തു. ഇപ്പൊ എത്രയിലെത്തി? 4 തവണ ജമ്പ് ചെയ്യുമ്പോ 4 തവണ ജമ്പ് ചെയ്യുമ്പോ എത്രയിലെത്തി? 8 നിന്ന് 4 തവണ ജമ്പ് ചെയ്യുമ്പോ 12 അല്ലേ? 12 അത് കഴിഞ്ഞിട്ട് ആദ്യം ജമ്പ് ചെയ്തു, 5 തവണ ജമ്പ് ചെയ്തു, 6 തവണ ജമ്പ് ചെയ്യുമ്പോ എവിടെ എത്തി? 14. എവിടെ എത്തി? 14 That means 8 plus 6 is equal to 14. അതിനടിയിൽ ഒന്ന് എഴുതി വെച്ചേ. 8 plus 6 is equal to 14. എഴുതിയോ? എഴുതിയില്ലേ? ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. തേർഡ് ക്വസ്റ്റ്യൻ 5 plus 8. ഏതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്യണ്ടേ? 5 നമുക്ക് 8 ആഡ് ചെയ്യണം. അതിനാദ്യം നമ്മൾ എവിടെ നിൽക്കും? 5 പ്ലേസിൽ നിൽക്കും. എന്നിട്ട് അവിടുന്ന് എത്ര തവണ ജമ്പ് ചെയ്യണം? അവിടുന്ന് 8 ടൈംസ് ജമ്പ് ചെയ്യണം. ഒന്ന് പെൻസിൽ വെച്ച് ജമ്പ് ചെയ്ത് നോക്കിയാ നിങ്ങള്. 5 6 7 8 9 10 ഇപ്പൊ എത്ര തവണ ജമ്പ് ചെയ്തു? 10 എത്തുന്നത് വരെ 10 എത്ര തവണ ജമ്പ് ചെയ്തു? 5 ടൈംസ്. ഇനി ഒരു 3 തവണ കൂടി. 1 2 3. ഇപ്പൊ ടോട്ടൽ 8 ടൈംസ് ജമ്പ് ചെയ്തു അല്ലേ? അപ്പൊ എത്ര ആൻസർ കിട്ടുന്ന നിങ്ങൾക്ക്? ഇപ്പൊ എവിടെയാ നിൽക്കുന്നേ? 13. Okay, then 5 plus 8 is equal to 13. 5 plus 8 is equal to 13. Then take your next page. അതിലൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. 4 plus 3. ആദ്യം നമ്മള് 4 0 4 ജമ്പ് ചെയ്തെത്തി. 4 3 ടൈംസ് ജമ്പ് ചെയ്തിട്ട് 7 എത്തി. That means 4 plus 3 is equal to 7. അതേപോലെ രണ്ടാമത്തെ ഒന്ന് ചെയ്ത് നോക്കിയേ. 2 plus 7. ഫസ്റ്റ് 2 പൊസിഷനിൽ നിൽക്കുക. അവിടുന്ന് 7 തവണ ജമ്പ് ചെയ്തിട്ട് എവിടെ എത്തുന്നു എന്ന് നോക്കുക. ഒന്ന് ചെയ്ത് നോക്കിയേ. ചെയ്തോ? എത്ര ആൻസർ കിട്ടി? 2 plus 7 is equal to
ഫിംഗേഴ്സ് വെച്ചിട്ട് മിസ്സിന് ആൻസർ പറഞ്ഞേ. 2 + 7 is equal to 2 + 7 is equal to 9. Okay, very good. 2 + 7 is equal to 9. അടുത്തത് കൂടി ചെയ്ത് നോക്കിയേ. Third one. ചെയ്തോ? 7 + 6 എത്ര ആൻസർ കിട്ടി? 7 + 6 7 + 6 is equal to എത്രയാ? 7 6 ടൈംസ് ജമ്പ് ചെയ്താല് എത്ര ആൻസർ കിട്ടും? ആരാ പറഞ്ഞിരുന്നേ മിസ്സിന് ആൻസർ എത്രയാന്ന്? ആരാ പറഞ്ഞിരുന്നേ? എറിക്. Seven plus 6 is equal to 5. 7 + 6 5 ആണോ? ഫർഹ 13. 13. ഹന്ന 13. ജുവൽ 7 + 6 10. 7 + 6 10 ആണോ? ഓക്കെ, നമുക്കപ്പോ എല്ലാവരുടെ ആൻസർ നോക്കാം. ടെസ 7 + 6 എത്രയാ? 13. 13. ഓക്കെ, ഷിഫാന 13. 13. ഇഫ്ര 13. അമന്ന 13. 13. ഓക്കെ, 13. അലൻ തോമസ് 13. 13. ഷിഹാസ് 13. 13. അദ്വൈത് 'എത്ര കിട്ടിയേ അദ്വൈത്? 7 + 6 13. അനഘ 'അനഘക്ക് എത്ര കിട്ടിയേ? 13. ഡൊമിനിക് 13. ഓക്കെ, ഹിബ 13. മാളവിക 13. സയാൻ 13. ശ്രീഹരി 13. ശ്രീഹരി എത്ര കിട്ടിയേ? കൗണ്ടിങ് എങ്ങനെ?
നാഫി മിസ്സസ് പഠിപ്പിച്ചതാണത്. 13. 13. കുര്യൻ 13. 13. ഫാത്തിമ മെഹറിൻ 13. 13. അനിഹ 13. 13. അഫ്ലക് 13. 13. മുഹമ്മദ് 13. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ആൻസൺ വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും 7 + 6 എത്ര കിട്ടിയേ? 13. എല്ലാരും പറയുന്നത് കേട്ടിട്ടാണോ ലാസ്റ്റ് ഉള്ളവരൊക്കെ 13 തന്നെ പറഞ്ഞേ? ആണോ? ശരിക്കും ആൻസർ 13 കിട്ടിയോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്പർ ലൈനിൽ ആഡ് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായോ? ഓക്കെ. ഇനി നമുക്ക് addition of 2-digit numbers. Addition of 2-digit numbers. എങ്ങനെയാ നമ്മൾ 2-digit numbers ആഡ് ചെയ്യാ? Listen here. നമുക്ക് 25 plus 42. 25 plus 42. എങ്ങനെ ചെയ്യാ 25 plus 42? നമ്മൾ എങ്ങനെ എഴുതണം എന്നറിയോ? അഡീഷൻ ചെയ്യുന്ന സമയത്ത് all of you take your notebook and write this. നമ്മള് ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് 2-digit നമ്പർ ആണല്ലോ അല്ലേ? ഈ 2-digit നമ്പറില് വൺസിന്റെ പ്ലേസും ഉണ്ട്, ടെൻസിന്റെ പ്ലേസും ഉണ്ട്. അപ്പൊ നമ്മൾ ആഡ് ചെയ്യാൻ എഴുതുമ്പോ എങ്ങനെ എഴുതണം? 20 25 plus 25നോട് നമ്മൾ എന്താ ആഡ് ചെയ്യണ്ടേ? 42. അപ്പൊ ഇതില് 10ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ഒക്കെ നേരെ താഴെ വരാ. 2ന്റെ താഴെ 4, 1ന്റെ പ്ലേസിലുള്ള 25ല് 1ന്റെ പ്ലേസിലുള്ള 5ന്റെ താഴെ 2. ഓക്കെ. അപ്പൊ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി രണ്ട് നമ്പേഴ്സ് എഴുതുമ്പോ എങ്ങനെ എഴുതണം? 1ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ഒക്കെ നേരെ നേരെ വരണം, 10ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ഒക്കെ നേരെ നേരെ വരണം. ഇനി ഇവിടെ ഈ 25ല് എത്ര ടെൻസ് ഉണ്ട്? എത്ര ടെൻസ് ഉണ്ട്? 2 ടെൻസ് ഉണ്ട് അല്ലേ? 25ല് എത്ര ടെൻസ് ഉണ്ട്? 2 ടെൻസ് ഉണ്ട് ഉണ്ടല്ലോ. 42ല് എത്ര ടെൻസ് ഉണ്ട്? 1 2 3 4 ടെൻസ് ഉണ്ടല്ലോ. 25ല് 2 ടെൻസ് ഉണ്ട്, 42ല് 4 ടെൻസ് ഉണ്ട്. ഇനി 25ല് എത്ര വൺസ് ഉണ്ട്? എത്ര വൺസ് ഉണ്ട്? ഒരു മിനിറ്റ്, മിസ് താഴേക്ക് വരക്കേ.
25 നമുക്ക് 2 tens ഉണ്ട്. 42 1 2 3 4 tens ഉണ്ട് അല്ലേ? ഇനി 25 എത്ര ones ഉണ്ട്? എത്ര ones ഉണ്ട്? 5 ones ഉണ്ട്. 1 2 3 4 5 ones ഉണ്ട്. 42 എത്ര ones ഉണ്ട്? 1 2 42 2 ones ഉണ്ട്. മനസ്സിലായോ? ഫസ്റ്റ് 25 നമ്മൾ 2 tens പറഞ്ഞു. Then 5 ones ഉണ്ട്. 42 4 tens ഉണ്ട്. 2 ones ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത് വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ആഡ് ചെയ്യാം. വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ആഡ് ചെയ്യാം. വൺസിന്റെ പ്ലേസിൽ ഇവിടെ 5ഉം 2 ആണ് വരുന്നത് അല്ലേ? 5ഉം 2 അല്ലേ വരുന്നേ? അപ്പൊ എത്ര വൺസ് വരും ഇവിടെ? ടോട്ടൽ എണ്ണി നോക്കിയേ. 1 2 3 4 5 6 7 7 വൺസ് ഇല്ലേ ഇവിടെ? ഇല്ലേ? അപ്പൊ നമ്മൾ എന്ത് എഴുതണം? ഈ 5ന്റെയും 2ന്റെയും നേരെ താഴെ ആഡ് ചെയ്തിട്ട് 7 എഴുതും. ഓക്കെ? 5ഉം 2ഉം ആഡ് ചെയ്ത് നേരെ താഴെ വൺസിന്റെ പ്ലേസിന്റെ നേരെ താഴെ 7 എഴുതും. ഇനി ടെൻസിന്റെ പ്ലേസിലുള്ളത് ആഡ് ചെയ്യാം. ടെൻസിന്റെ പ്ലേസിൽ എത്ര വരുന്നുണ്ട്? 2ഉം 4ഉം. 2 tensഉം 4 tensഉം വരുന്നത് അല്ലേ? അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര ടെൻസ് വരും ടോട്ടൽ? 1 2 3 4 5 6 tens ഉണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? ടെൻസിന്റെ പ്ലേസിന്റെ നേരെ താഴെ 6 എഴുതാം. അപ്പൊ എങ്ങനെയാ നമ്മൾ ഇവിടെ അഡിഷൻ ചെയ്തേ? 5 plus 2 7 2 plus 4 6. ആദ്യം നമ്മൾ വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ആഡ് ചെയ്തു. പിന്നെ ടെൻസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? ആൻസർ എത്ര കിട്ടി? 25 plus 42 is equal to 67. മനസ്സിലായോ? 25 plus 42 is equal to 67. 2 digit numbers add ചെയ്യുന്നത് മനസ്സിലായോ? മനസ്സിലായോ? യെസ്. അപ്പോ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം തീരാറായി. We have to wind up the class. Today you have no homework. Prepare for your exam. എക്സാമിന് എല്ലാവരും ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. നല്ല രീതിയിൽ എക്സാം എഴുതുക. എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങില്ലേ? വാങ്ങുവോ? യെസ്. ഓക്കെ. ഗുഡ് ഗേൾസ്, ഗുഡ് ബോയ്സ്. എല്ലാവരും അപ്പൊ നല്ല മാർക്ക് വാങ്ങുക. ഫുൾ മാർക്ക് തന്നെ വാങ്ങുക. നാഫിക്ക് എന്താ ഡൗട്ട്? എന്താ നാഫി? അപ്പൊ ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഈ 2 ഡിജിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി നോക്കാം കേട്ടോ. ഒന്നുകൂടി പറഞ്ഞുതരാം മിസ്. ഓക്കെ? അപ്പോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. Prepare well. See you in next class. Bye.